എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ കാണിക്കാൻ വേണ്ടി മീൻ വെട്ടാൻ തുടങ്ങുവാണ് പൗലോസിന് നല്ല രീതിയിൽ മൂപ്പിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത് നിന്ന് വിനോദ്. എന്നിട്ട് കണ്ടിക്കുന്നതിന് മുമ്പ് ഒരു സ്കെയിൽ എടുത്തൊന്ന് അളന്ന് നോക്കിയേക്കണേ പൗലോസ് ഏട്ടാ, അല്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടം വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സ്കെയിൽ വെച്ചൊക്കെ തന്നെ വെട്ടാനാണ് എൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീനെ നോക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങേര് വർഷങ്ങളായിട്ട് ഇവിടെ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന്. അന്നേരം വിനോദ് പറയുന്നുണ്ട് അല്ല പിന്നെ അല്ലാതെ ഇവിടെ ഓരോരുത്തരെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് അവനും പറയുന്നുണ്ട്. അന്നേരവും അലീന ഒന്നും മിണ്ടുന്നില്ല, ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം പൗലോസ് എന്നത്തെയും പോലെ തന്നെ വാല് നല്ല രീതിയിൽ കയറ്റി വെച്ച് വെട്ടുന്നു, തലയും വെട്ടിയിട്ട് അതെടുത്തുകൊണ്ട് പോകാൻ പറയുവാണ് ആ വേലക്കാരിയുടെ. അന്നേരം അവൾക്ക് ഭയങ്കര പേടി. അലീന അവിടെ നിൽക്കുമല്ലേ, അന്നേരം ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ എടുത്തുകൊണ്ട് പോടി വെച്ചേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നിരുന്ന് അനങ്ങുന്നില്ല. ഇടയ്ക്ക് അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അന്നേരം നിനക്ക് പേടിയാണോ, എങ്കിൽ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് വേറൊരു കവർ എടുത്ത് ആ കവറിലിട്ട് അവർ ഷോപ്പിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നീ ഇത് കൊണ്ടുപോക്കോ, നീ പേടിക്കുമെന്ന് വേണ്ട, നീ പൊക്കോ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അവർ പോകാൻ തുടങ്ങുമ്പോഴേക്കും അലീന അവിടെ നിൽക്കുക എന്ന് പറയും. എന്നിട്ട് പൗലോസിനോടായിട്ട് പറയും, പൗലോസേട്ടൻ ഇപ്പം ആ ഷോപ്പിലേക്ക് വെച്ച് കൊടുത്ത സാധനം എടുത്ത് ആ ടേബിളിലേക്ക് വെക്കുക എന്ന് പറയുവാണ്. അന്നേരം പറ്റിയല്ലോ കൊച്ചേ, ഞാനത് ചെയ്യല, അതിന് വേറെ ആളെ നോക്ക് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം പൗലോസേട്ടൻ ചെയ്തില്ല എങ്കിൽ പിന്നെ ഈ അടുക്കളയിൽ പൗലോസേട്ടൻ ജോലി ചെയ്യില്ല എന്ന് പറയുന്നു. അന്നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നെയും ജോലി ചെയ്യാൻ പോവാണ്. അന്നേരം പൗലോസേട്ടൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ പറഞ്ഞത് ചെയ്തിട്ടേ പൗലോസേട്ടൻ ഇവിടെ ഇനി പണിയെടുക്കുള്ളൂ, അല്ലെങ്കിൽ ഈ അടുക്കളയിൽ പൗലോസേട്ടൻ കാണിയല്ല എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വല്യപ്പച്ചൻ വരും. എന്നെ അലീന മോളെ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ച ഒരു ചെറിയ കാര്യമായി ഇതിൻ്റെ അകത്ത് അപ്പച്ചൻ ഇടപെടണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസേട്ടൻ ഞാൻ പറഞ്ഞത് ചെയ്തില്ല എങ്കിൽ ചേട്ടൻ്റെ പ്രായമൊക്കെ ഞാനങ്ങ് മറക്കുമെന്ന്. അതൊക്കെയും പൗലോസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് പ്രശ്നം ഗുരുതരമാകും എന്ന് മനസ്സിലായി ആ വിഷോപ്പിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചിട്ട് വേലക്കാരി ഞാൻ പോവാണ് എന്ന് പറഞ്ഞങ്ങ് പോവും. അന്നേരം പയ്യെ ചുറ്റിപ്പറ്റി നിന്നിട്ട് വിനോദും അവിടെ നിന്ന് പോവും. ഇപ്പം പൗലോസ് തന്നെയായി. അന്നേരം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അലീന, ഞാൻ പറഞ്ഞത് പൗലോസേട്ടൻ ചെയ്യേ എന്ന് ഒന്നുകൂടെ പറയുമ്പം അതെ എനിക്കിവിടെ ശമ്പളം തരുന്നത് വേറെ ആളാണ്, ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പം പോയി കണ്ടിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ എന്ന് പറയുന്നുണ്ട് അലീന. അന്നേരം തന്നെ പൗലോസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പൗലോസ് നേരെ പോകുന്നത് സ്റ്റാൻലിയുടെ അടുത്തോട്ടാണ്. സ്റ്റാൻലിയുടെ അടുത്ത് പോയി ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ എന്താ പൗലോസ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇന്നും അലീന കുഞ്ഞ് അടുക്കളയിൽ കയറി വന്നു, എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്നെ ഇവിടുന്ന് പിരിച്ചു വിടും എന്നൊക്കെയാണ് പറയുന്നത്, ഞാൻ ഇനി എന്നാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അടുക്കളയിൽ കയറിയിരുന്നത് ഞാൻ അലീനയോട് പറഞ്ഞിരുന്നതാണല്ലോ എന്ന് സ്റ്റാൻലി പറയും. അന്നേരം പൗലോസ് പറയുന്നുണ്ട് അടുക്കളയിൽ വന്നു എന്ന് മാത്രമല്ല എന്നെ ഇങ്ങനെ ഓരോ കാര്യത്തിന് കൈ പിടിച്ച് കെട്ടുന്ന പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഇത് ഇത്തിരി ബുദ്ധിമുട്ടാകട്ടോ സാറേ എന്ന് പറയുമ്പം ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റാൻലിയും പൗലോസിൻ്റെ കൂടെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ വലിയപ്പച്ചനും അലീനയും ഒക്കെ നിൽപ്പുണ്ട്. നേരെ വന്നിട്ട് എന്താ അലീന ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞാനൊരു കാര്യം പൗലോസേട്ടനോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു, അത് പൗലോസേട്ടൻ ചെയ്തില്ല എന്ന് പറയും. പൗലോസ് സ്റ്റാൻലി കാണാൻ ചെന്നപ്പോഴേ പറഞ്ഞായിരുന്നേ മീനിൻ്റെ വാല ഇത്തിരി കൂടുതൽ വെട്ടി അതിന് അലമ്പുണ്ടാക്കി അത് വേലക്കാരിക്ക് കൊടുത്തതിന് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ ആ വേസ്റ്റ് ഇച്ചിരി ആ വേലക്കാരിക്ക് കൊടുത്തതിനാണ് ഈ കുഞ്ഞിവിടെ കിടന്ന് ബഹളം വെച്ചത്, എന്നെ ഇനി ഇവിടെ ജോലി ചെയ്യിപ്പിക്കില്ല എന്നും പറഞ്ഞു എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കും ഞാനല്ലേ പൗലോസിനെ ഇവിടെ ജോലിക്ക് വെച്ചത്, അവനെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് നീ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതുപോലെ ആ മീനെടുത്ത് ആ ടേബിളിൽ വയ്ക്കാൻ പൗലോസേട്ടന് പറ്റില്ല എങ്കിൽ ഇവിടെ ജോലി ചെയ്യാല എന്ന് ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും. എന്നിട്ട് പൗലോസിനോട് പറയുന്നുണ്ട് പൗലോസേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ പപ്പയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പഠിച്ചിട്ട് തന്നെയാണ്, എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു 25 പേർക്ക് കൂടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചാലും എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുമ്പോൾ കേട്ടോടാ കൊച്ചു പറഞ്ഞത്, നീ അവൾ പറഞ്ഞ പോലെ അങ്ങ് അനുസരിച്ചേ, നിനക്ക് അനുസരിക്കാൻ എന്നെ എത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുവാണ് വല്യപ്പച്ചൻ. അന്നേരം വേറെ നിവൃത്തിയില്ല, വല്യപ്പച്ചൻ അവിടെ നിന്ന് പറയുമ്പം സ്റ്റാൻലിക്കും അത് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് പയ്യെ പോയി ആ മീനെടുത്ത് പുറത്തേക്ക് ഇടുക, അവിടെ ഒരു ബേസിലേക്ക് എടുത്തിടുക. അന്നേരം അലീന പറയും ദേ കണ്ടോ എന്തോരോ വെട്ടിക്കണ്ടിച്ച് കൊടുത്ത് വിട്ട് വേലക്കാരിക്ക് എന്ന് നോക്കിക്കേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് അലീന ചോദിക്കും. അന്നേരം വല്യപ്പച്ചൻ ഇത് കൊള്ളാലോടാ, ഒരു വലിയ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പകുതിയും വാലെന്ന് പറഞ്ഞ് നീ വെട്ടിക്കണ്ടിച്ച് കൊടുക്കുവാണോ, ഇതാണോ ചോറിനോട് കൂറ് കാണിക്കുന്നത്, ഇങ്ങനെയാണോ നീ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇത് കൂറ് കാണിക്കലൊന്നുമല്ല, ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകലാണ്, ഇത് മാത്രമല്ല ഇവിടുന്ന് പലതും ഇതുപോലെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, ഏതായാലും അത് ഞാനിവിടെ ഉള്ളപ്പോൾ നടക്കുകയില്ല, എൻ്റെ പപ്പയുടെ സ്വത്ത് അങ്ങനെ വേറെ ആരും അരിച്ചെടുത്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് സ്റ്റാൻലിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട് പപ്പ എന്നോട്
ക്ഷമിക്കണം. എൻ്റെ പപ്പേനെ ആരെങ്കിലും ചതിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇവൻ കാണിച്ച് നീ കണ്ടല്ലോ, ഇങ്ങനെയാണോ ഒരു സ്നേഹവും കൂറുമുള്ള ജോലിക്കാരൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പൗലൂസിനെ കുറച്ച് ചീത്ത പറയും. അപ്പോഴത്തേക്കും സ്റ്റാൻലി മതി എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് സ്റ്റാൻലി റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നു. പൗലൂസിന് നല്ല ടെൻഷനാണ്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ, അലീന ആരാണ് എന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ, അവളെ എൻ്റെ മകൻ്റെ മകളാണ്, അത് നീ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചോ, എന്നിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചനും ഇറങ്ങി പോകുന്നു. അക്കടി പറ്റിയതുപോലെ ഇത്തിരി വിഷമിച്ച് നിൽക്കുന്നുണ്ട് പൗലൂസ്. പിന്നെ കാണിക്കുന്നത് അലീന ഇരിക്കുന്ന റൂമിലോട്ട് സ്റ്റാൻലി ചെല്ലുവാണ്. സ്റ്റാൻലി ഇത്തിരി ദേഷ്യത്തിലാണ്. സ്റ്റാൻലി കയറി വരുന്നത് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ഈ കാണിച്ചത്, നിന്നോട് അടുക്കളയിൽ പോകരുതെന്നും അടുക്കളയിലെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും ഞാൻ പറഞ്ഞിരുന്നല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ പപ്പ കണ്ടില്ലേ, ഇതൊക്കെയാണ് അടുക്കളയിൽ ചെയ്യുന്നത്, അടുക്കളയിൽ ഇത്രയൊക്കെ കളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ എസ്റ്റേറ്റിൽ ഇതിനപ്പുറം നടക്കുന്നുണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവരെയൊക്കെ കുറേ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇനി നീ ഇടപെടാൻ പോകരുത്, ഇവിടെ മേടിച്ചുകൊണ്ട് വരുന്ന മീനിൻ്റെ തലയും വാലും ഇത്തിരി കയറ്റി വെച്ച് മുറിച്ചാലോ അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയാലോ ഒന്നും നശിച്ചു പോകുന്നതല്ല സ്റ്റാൻലിയുടെ സ്വത്ത്, വലിയൊരു കുളത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും, അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ട എന്ന് വീണ്ടും പറയുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, പപ്പയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് വേലക്കാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പപ്പയെ പറ്റിക്കുവാണ് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നെ പറ്റിക്കാനൊന്നും അവർക്ക് ആർക്കും സാധിക്കത്തില്ല, പിന്നെ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് കാണിക്കാനാ, ഇതിൽ നിന്ന് ഇത്തിരി ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്തിരി കൂടുതൽ ചിലവായി പോയാലും ഒന്നും സംഭവിക്കത്തില്ല, അതിന് മാത്രമുള്ള സ്വത്ത് എനിക്കുണ്ട്, ഞാൻ മരിക്കുമ്പം ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് ഈ സ്വത്ത് കിട്ടിയത് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണ് പകുതി, അപ്പോൾ അതൊക്കെ കാരണന്മാർ സൂക്ഷിച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ സ്റ്റാൻലിയുടെ കയ്യിൽ ഈ സ്വത്ത് എത്തിയത്, അത് ഒട്ടും കുറഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് പപ്പയുടെ കടമയാണ്, പപ്പ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ കാണും, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ട് അലീന. അന്നേരം സ്റ്റാൻലിയുടെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലീന ഇടപെടേണ്ട, അലീനയ്ക്ക് എന്ത് വേണമെങ്കിലും സ്റ്റാൻലി അത് വാങ്ങിച്ചു കൊടുക്കും, ഇനിയിപ്പം എത്ര രൂപ വേണമെങ്കിലും അത് സെറ്റാക്കി തരും, ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ എന്താണോ അലീനയ്ക്ക് വേണ്ടത് അതെല്ലാം ഞാൻ നിൻ്റെ അരികിൽ എത്തിച്ചു തരും, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില വെറുതെ ഇടിഞ്ഞു പോവുകയുള്ളൂ, പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, എന്നെ ആരും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരുന്നതോ എന്നെ ഉപദേശിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല, എന്നെ അനുസരിക്കുക അത് മാത്രമാണ് ചെയ്യേണ്ടത്, ഇപ്പം നീ ഇവിടെ എന്നെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പാപ്പ ഒരു കാര്യം ചെയ്യേ, എന്നെ കൂടി ആ ഒരു പട്ടിക്കൂട്ടി കൊണ്ടിടുക, എന്നിട്ട് ഞാൻ എല്ലാം അനുസരിക്കാം, അല്ലാതെ എന്താ ഞാൻ ഇതിന് മറുപടി പറയേണ്ടത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പപ്പ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പൗലോസ് ചേട്ടനേക്കാളും താഴെയാണ് എൻ്റെ വില എന്ന് എനിക്ക് മനസ്സിലായി എന്നുകൂടെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ വലിയൊരു ഗെറ്റ് ടുഗദർ വിളിച്ച് എല്ലാവരോടും എൻ്റെ മകളാണ് നീ എന്ന് പറയാനിരിക്കുവാണ്, ആ സ്ഥിതിക്ക് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെട്ട് നിൻ്റെ വില കളയരുത് എന്നൊക്കെ പറയുന്നു. അന്നേരം അലീന അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നല്ല ആർഭാടത്തിൽ തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചത്, നല്ല വില കൂടിയ ഡൈനിങ് ടേബിളിൽ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ എത്ര മിച്ചം വന്നു എത്ര പാഴായി പോയി എന്നൊന്നും ഞാൻ നോക്കാറില്ല, അങ്ങനെ നോക്കേണ്ട കാര്യവും എനിക്കില്ല എന്നൊക്കെ പറയുമ്പം അലീന ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, പപ്പ ഇത്ര പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതിനുള്ള മറുപടി പറയുവാണ്, പപ്പ ഇവിടെ വർഷങ്ങളായിട്ട് വില കൂടിയ തീന്മേശയിൽ വില കൂടിയ ഭക്ഷണങ്ങൾ എച്ചിലാക്കി കളയുമ്പം ആ എച്ചിലെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് കരുതി ജീവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് മറ്റാരുമല്ല സ്റ്റാൻലി പപ്പയുടെ മകൾ തന്നെയാണ്, അതുപോലെ ഒരുപാട് സ്റ്റാൻലി പപ്പമാരുടെ മകളുമാർ ഇപ്പോഴും അനാഥാലയങ്ങളിലുണ്ട്, ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, അതൊക്കെ നമ്മൾ ഓർക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഇതിനിടയ്ക്ക് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താണ് ആവശ്യം എന്ന് എന്നോട് പറയേണ്ട താമസമേ ഉള്ളൂ, അത് ഞാൻ സാധിച്ചു തന്നിരിക്കും, നിനക്ക് പാസ്പോർട്ട്
പൈസയുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് എടുക്കാം, നമുക്ക് ലോകം മൊത്തം ചുറ്റി കറങ്ങി തിരിച്ചു വരാം. അതുപോലെ ഡ്രൈവിങ് അറിയില്ലെങ്കിൽ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി ഞാൻ ആളെ ഏർപ്പാടാക്കാം, അതും പഠിക്കാം. അതുപോലെ നിനക്കെന്താണ് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടത് എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട, ഇവിടുന്ന് അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും പപ്പ എനിക്ക് തരണം, അതുകൂടെ പപ്പ വിലക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പപ്പ ഒരു മാസത്തേക്ക് ഈ വീട് എൻ്റെ കയ്യിൽ താ, ഞാനത് അടുക്കി പെറുക്കി ഒരു നേരായ രീതിയിലാക്കാം. എന്നിട്ട് പപ്പയ്ക്ക് ഒരു മാസം പപ്പയുടെ ജോലിക്കാർ വർക്ക് ചെയ്തു വരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചിലവും ഞാൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവും കൂടി ഒന്ന് തട്ടിക്കിഴിച്ച് നോക്കുക, എന്നിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി, അപ്പോൾ എനിക്കൊരു വരുമാനം ആകുമല്ലോ എന്ന് പറയുമ്പം ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതിന് നിനക്ക് എന്തിനാ അങ്ങനെ പൈസ, നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്ന്. അന്നേരം അലീന പറയും, എനിക്ക് അങ്ങനെയുള്ള പൈസയൊന്നും വേണ്ട, ഞാൻ പപ്പയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന്. ഏതായാലും ഈ ലാസ്റ്റ് പറഞ്ഞ അനാഥാലയത്തിലെ കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും ആകെ വിഷമമായി സ്റ്റാൻലി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ വിഷമിച്ച് നിൽക്കുവാണ് അലീന. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ നമ്മുടെ നെടുമ്പുരുക്കിലേക്ക് മനു വരുവാണ്. മനുവിനെ കാണുമ്പോഴേക്കും കൃഷ്ണമോളും ബബുദിയും ഓടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനു ചോദിക്കുമ്പം ബബുദ പറയുന്നുണ്ട്, അമ്മ അച്ഛനെ ചൊറിഞ്ഞ് അച്ഛൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കും, അതിൻ്റെ ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണും, അത് കഴിയുമ്പോൾ പിന്നെയും ചൊറിയും എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് മനു വന്നു എന്നറിയുമ്പം വൈജയന്തി ഇറങ്ങി വരുന്നുണ്ട്. മനു അകത്തേക്ക് കയറി ചെല്ലുന്നു. അത് കഴിഞ്ഞ് അലീനയുടെ കാര്യം എന്തോ പറയുമ്പോഴേക്കും ദേഷ്യം വരും വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ അവളെ ഞാൻ മറക്കത്തില്ല, അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ വേണ്ടി മനു പറയുന്നുണ്ട്, വൈജയന്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വൈജയന്തിയുടെ പാസ്റ്റ് ഒന്ന് ചിന്തിക്കണമെന്ന്. അന്നേരം ചെറിയ സംശയമായി തുടങ്ങി വൈജയന്തിക്ക്. വൈജയന്തി ചോദിക്കും, എൻ്റെ പാസ്റ്റിന് എന്താണ് കുഴപ്പം, നീ എന്തോ അറിഞ്ഞിട്ട് സംസാരിക്കുന്ന പോലെ, നിനക്ക് എന്തെങ്കിലും അറിയാവോ, നീ എന്താ ഈ പറയുന്നത്, എന്നതാണെങ്കിലും എന്നോട് തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ചിരിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് മനു സംസാരിക്കുന്നത്. ഒരു ചെറിയ ഡോസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും മനു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമിച്ച് ഇച്ചിരി ടെൻഷനോടെ നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് മനു ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ പുക പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. വെറുതെ വൈജയന്തി പണി എരന്ന് വാങ്ങുവാണ്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.